ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ വിജിലൻസിന്റെ പ്രത്യേക സംഘം ഇന്ന് അന്വേഷണം തുടങ്ങും. പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ദേവസ്വം ബോർഡിൽ നിന്നും ദേവസ്വം വിജിലൻസിൽ നിന്നും SIT നിന്നുമായി ശേഖരിക്കാനാണ് നീക്കം. പുനഃപ്രതിഷ്ഠയ്ക്ക് കാരണമായ ദേവപ്രശ്നത്തിന്റെ പകർപ്പ് മുതൽ സ്വർണം സംഭാവനയായി വാങ്ങിയതിന്റെ മഹസ് അടക്കമുള്ള രേഖകൾ വരെയാണ് ശേഖരിക്കുക. TV പ്രസാദ് തുടരുന്നുണ്ട്. പ്രസാദ്, UDFന്റെ കാലത്തെ ബോർഡിനാണ് കൂടുതൽ കുരുക്കാകുന്നത് ഈ കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട്. ഇതിലിപ്പോൾ ഈ അന്വേഷണം ഏതൊക്കെ രീതിയിൽ തുടങ്ങുക, എങ്ങനെയൊക്കെ ഇതിന്റെ ഘട്ടങ്ങളിലേക്ക് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇന്ന് തുടങ്ങുമ്പോൾ അന്വേഷണം എങ്ങനെ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്? ശ്രുതി, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദ്വാരപാലക വിഗ്രഹങ്ങളിലെയും കട്ടിളപ്പടിയിലെയും സ്വർണം മോഷണം പോയതിലാണ് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ LDF ഭരിക്കുന്ന കാലത്താണ് ഇതെല്ലാം നടന്നിരിക്കുന്നത്. LDF നിയോഗിച്ച ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ളവർ തന്നെയാണ് കട്ടിളപ്പടിയിലെയും അതുപോലെ തന്നെ ദ്വാരപാലകരിലെയും സ്വർണം മോഷ്ടിക്കാൻ നേതൃത്വം നൽകിയത് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘമാണ്. അതിനിടയിലാണ് ശബരിമലയിൽ കൊള്ള നടന്നിരിക്കുന്നത് ഇവിടെയൊന്നുമല്ല എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതും പിന്നീട് തെളിവുകളിലേക്ക് വരുന്നതും. അങ്ങനെയാണ് 2017 അന്നത്തെ UDF ഭരണസമിതിയുള്ള സമയത്തുള്ള കൊടിമരത്തിലേക്ക് കൂടി അന്വേഷണം നീളുന്നത് എന്നുള്ളതാണ്. ശബരിമലയിൽ കൊടിമരം നിർമ്മിച്ചത് തന്നെ പുതുതായി നിർമ്മിച്ചത് തന്നെ എന്തിനാണ് എന്ന ചോദ്യം ഉയരുന്ന ഒരു സാഹചര്യമാണിത്. മാത്രവുമല്ല, കൊടിമരം നിർമ്മിക്കുന്നതിന്റെ മറവിൽ നിരവധിയായ പ്രശ്നങ്ങളും ക്രമക്കേടുകളും നടന്നിട്ടുണ്ട് എന്ന തെളിവുകളിലേക്കുൾപ്പെടെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അഭിഭാഷകക്കുറിപ്പ് അഭിഭാഷക കമ്മീഷൻ ASP കുറിപ്പ് എന്ന അഭിഭാഷകൻ ശബരിമലയിൽ കൊടിമര നിർമ്മാണത്തിന്റെ നിരീക്ഷകരായി എത്തിയതിനു ശേഷം നടത്തിയ ഒരുപാട് ഇടപെടലുകളുണ്ട്. അതെല്ലാം പുറത്തേക്ക് ഒന്നൊന്നായി വരികയാണ്. ഈ സാഹചര്യത്തിലാണ് വിജിലൻസ് അന്വേഷണം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഏറ്റെടുത്തത്. തോംസൺ ജോസ് ആണ് അതിന്റെ മേൽനോട്ടം. DYSP ഹരിയാണ് അതിന് നേതൃത്വം അന്വേഷണത്തിന്റെ ഉദ്യോഗസ്ഥനായി പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ തന്നെ ദേവസ്വം സെക്രട്ടറിയെ കണ്ട് രേഖകളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞു. ശക്തമായ അന്വേഷണം 30 ദിവസത്തിനകം തീർക്കാനുള്ള നിർദ്ദേശമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ നടപടി തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ്. ഇന്ന് തന്നെ അന്വേഷണം തുടങ്ങുകയുമാണ്. ഓക്കെ, വ്യക്തമാണ്. TV പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്.